ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലമാണ് കാണാൻ പോകുന്നത്. ഇത് സ്വിറ്റ്സർലൻഡിന്റെ വ്ളോഗാണ്. അതുകൊണ്ട് സ്വിറ്റ്സർലൻഡിലെ ഒരു സ്ഥലമായിരിക്കും കാണുക. നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ വാട്ടർഫോൾ ആണ്. നമ്മുടെ വാട്ടർഫോളിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവിടെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ റൈറ്റ് സൈഡിൽ ചെറിയൊരു വേലി കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നാച്ചുറൽ ആയിട്ട് ട്രീസ് ഉള്ളതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വേലി വേണ്ട, പക്ഷെ എന്നാലും വുഡൻ വേലിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇത് ഓട്ടം സീസൺ ആണെന്ന് ആരും പറയില്ല, കാരണം എന്താ, ഇലകളൊന്നുമില്ല. അതിന് കാരണം പ്രകൃതി ഒന്നുമല്ല, ആൾക്കാർ തന്നെ പിക്ക് ചെയ്യുന്നതാണ് കേട്ടോ, ഹാൻഡ് പിക്ക് ചെയ്യുവാണ്. നല്ല ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ് ആണ് ഇവിടെ. കടകളാണെങ്കിലും എന്താ പറയുക, ഒരു വേസ്റ്റ് ഒന്നും കാണാനില്ല, നല്ല ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് തന്നെയാണ് സ്വിറ്റ്സർലൻഡ് ആയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ വാട്ടർഫോളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വാവ്, നല്ല രസമുണ്ട് കേട്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാനായിട്ട്. അവിടെ തന്നെ നോക്കിക്കേ, ഫ്രണ്ടിൽ നല്ല ചെടികൾ കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്, നല്ലൊരു വേലി പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പറ ഒരു സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. പിന്നെ നടുക്ക് ഒരു സ്വിറ്റ്സർലൻഡിന്റെ കൊടിയുണ്ട്. പിന്നെ അങ്ങനെ ചുറ്റുപാടും നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് റൈൻ നദിയുടെ റൈൻ വാട്ടർഫോളിന് അരികിലാണ്. ദിസ് എ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ. നമുക്ക് നല്ല പാലരുവി എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് പാലരുവി. അത്ര ബ്യൂട്ടിഫുൾ ആണ്, മിൽക്ക് ഒഴുകി വരുന്നത് പോലെയാണ് ഇത് ഒഴുകി വരുന്നത്. Such a beautiful scene, and this is situated in the heart of Switzerland. ഈ റൈൻ നദിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം ഈജിപ്ത് ഭാഗത്തൊക്കെ നൈൽ നദിയിൽ നിന്ന് അത് വലിയൊരു വാട്ടർ സോഴ്സ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ റൈൻ റിവർ ആണ് വെസ്റ്റേൺ യൂറോപ്പിന് തന്നെ ഏറ്റവും കൂടുതൽ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റിവർ എന്ന് പറയുന്നത്. അത്രയും നല്ല, നമുക്ക് ഗംഗ പോലെ നമുക്ക് യമുന പോലെ അത്രയും ഫേമസ് ആയിട്ടുള്ള റിവർ ആണ് റൈൻ റിവർ എന്ന് പറയുന്നത്. അത് അറിയാത്തതായിട്ട് ആരുമില്ല, യൂറോപ്പിൽ എങ്ങും അത്ര ഫേമസ് ആണ്. ഈ റിവർ സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് മൗണ്ടൻ റേഞ്ചിൽ നിന്ന് ആരംഭിച്ചിട്ട് അതങ്ങനെ ഒഴുകി 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 ലിക്കറ്റ്സ്റ്റൈല്, പിന്നെ അതുപോലെ ഓസ്ട്രിയ, ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെ അവസാനം നെതർലൻഡ്സിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ നോർത്ത് സീ എന്ന കടലിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 6 രാജ്യങ്ങളിലൂടെ കടന്നാണ് ഈ പുഴ കടലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒട്ടനവധി പേർക്ക് ഈ പുഴയിലെ വെള്ളം എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്രിങ്കിങ് വാട്ടർ സോഴ്സും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുള്ള വാട്ടർ സോഴ്സുമാണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വാട്ടർഫോളിലേക്ക് വരാം. ഈ വാട്ടർഫോൾ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ ആണ്, സർപ്രൈസിംഗ്ലി, ടു ബി ഫ്രാങ്ക്. പിന്നെ അതുപോലെ തന്നെ വാവ്, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, എല്ലാം നല്ല സെറ്റപ്പാണ്, അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്, പക്ഷേ അതിലും ചെറുതാണ് ഇത്. എന്നാൽ പോലും ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കിവിടെ വരാനും വന്നിരിക്കാനും, ഇവിടെ കുറച്ച് ചെയേഴ്സ്, ടേബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഗാർഡൻ ബെഞ്ച് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ വന്നിരിക്കാനും. പിന്നെ നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആയതുകൊണ്ട് അത് എൻറ്റയർ ആയിട്ട് ഈ വാട്ടർഫോൾ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ടിക്കറ്റ് ചാർജോ അങ്ങനെയൊന്നുമില്ല. ഇത് നേച്ചറിന്റെ ബ്യൂട്ടിയാണ്, നമുക്കിവിടെ വന്ന് ആസ്വദിക്കാം. പിന്നെ ഇതിലെ കുറച്ച് നേരം നടക്കണമെങ്കിൽ ഇത് നടക്കാം. എത്ര തന്നെയാണെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞാൽ മതിയാവില്ല, അത്രത്തോളം നല്ലൊരു സ്ഥലമാണ്. ഫ്രണ്ട്സ്, നമ്മള് റൈൻ നദിയുടെ ഭാഗമായ റൈൻ വാട്ടർഫോളിന്റെ സൈഡിലുള്ള സൈഡ് വാക്കിൽ കൂടെ നടക്കുന്നതാണ് കേട്ടോ നമ്മള്. സോ ഓക്കെ, അപ്പൊ നമ്മൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സ്പെഷ്യൽ ബേർഡ് ഉണ്ട്, ആ ബേർഡിനെ നമുക്കൊന്ന് കാണാം. സ്വാൻ. Let's see the picture of a swan. Okay, I will turn the camera right now. Video of a swan. Oh my god. Wow. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ കാഴ്ചകൾ ഇതായിരുന്നു. വാട്ടർഫോൾ ആണ്, സ്വിറ്റ്സർലൻഡിൽ വന്നാൽ ആരും മറക്കാതെ കാണുന്ന ഒരു വാട്ടർഫോൾ ആണ്. സംഗതി കുഞ്ഞനാണ്, നമ്മുടെ നാട്ടിലെ അജാനുബാഹു വാട്ടർഫോൾ വെച്ച് നോക്കുമ്പോൾ നത്തിങ്, ഒന്നുമല്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുക, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ എൻറ്റയർ ഏരിയ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത്. ഈ വെള്ളച്ചാട്ടം കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് വെച്ചിട്ട് ഒന്നുമല്ല, പക്ഷേ അതിവിടെ വന്നിരുന്ന് ആസ്വദിക്കുന്നതാണ്. ഈ ഒരു കൂൾ ക്ലൈമറ്റും കൂടെ ആകുമ്പോൾ അടിപൊളി സംഗതി. So thank you for watching this video, and we can meet in the next video. Till then, bye bye.